അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ റിയാദ് മെട്രോ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റാർട്ടായിട്ട് ഒരു മാസത്തിലധികമൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് അതിൽ കയറാനുള്ളൊരു അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റിയാദ് മെട്രോയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയാദ് മെട്രോ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അസീസയിൽ നിന്നാണ് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അസീസിയ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെ മെട്രോയുടെ പണികളെല്ലാം ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി പുറത്ത് റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ സ്റ്റേഷനകത്തോട്ട് എത്തി. അപ്പോൾ ഇത് സ്റ്റേഷനകത്തുള്ള കാഴ്ചകളാണ്. നമ്മൾ ഓൺലൈനിൽ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ ഒരു ടിക്കറ്റിൻ്റെ QR കോഡ് വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് എക്സ്ട്രാ ഒരു ടിക്കറ്റ് കൂടെ എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമ്മൾ 3 ഡേയ്സ് ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 20 റിയാലാണ് അതിന് വരുന്നത്. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എക്സ്ട്രാ ഒരു 10 റിയാലും കൂടി കൊടുക്കേണ്ടി വരും കേട്ടോ. അത് ആ കാർഡിൻ്റെ റേറ്റാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നമ്മുടെ കാർഡ് ഇവിടെ സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ പിന്നെ ടിക്കറ്റ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ATM മെഷീൻ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ. താഴെ നമ്മുടെ ടിക്കറ്റ് താഴെ വരും, ഒരു കാർഡായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിലോട്ട് കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മിനിറ്റിന് ട്രെയിൻ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിൻ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ കയറി, നമ്മൾ കയറിയ ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സീറ്റൊക്കെ കിട്ടി കേട്ടോ. ചെറിയ മോനാണെങ്കിൽ കയറിയ ടൈമിൽ നല്ല പേടിയായിട്ട് നല്ല കരച്ചിലായിരുന്നു. പിന്നെ അവൻ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയിട്ടോ. അപ്പോൾ ഇതാണ് ട്രെയിനിനകത്തൊക്കെ പുറത്തുള്ള കാഴ്ചകളും ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൺസെറ്റൊക്കെ കാണാൻ കഴിഞ്ഞു കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ മിക്ക സ്റ്റേഷനും അണ്ടർഗ്രൗണ്ടിലായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ടണലിനകത്തൂടെ പോകുന്ന ഒരു ഫീലാണ് ഉണ്ടായത്. പുറത്തുള്ള കാഴ്ചകളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ KFD സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അൽ അസീസിൽ നിന്ന് KFD സ്റ്റേഷൻ വരെയാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ KFD സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ KFD സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ പുറത്തുള്ള കുറച്ച് നല്ല വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടിട്ട് തിരിച്ച് വരാം. പക്ഷെ നമ്മൾ അതൊന്നും കാണാൻ നിന്നില്ല. നമ്മൾ ഡയറക്റ്റ് സ്റ്റേഷനകത്ത് നിന്ന് തന്നെ തിരിച്ച് വരാൻ വേണ്ടി വരുവാണ്.
അപ്പോൾ നമ്മുടെ മെട്രോ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.